ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ അച്ചപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അച്ചപ്പം എന്ന് പറയുമ്പോൾ മധുരമാണ് അല്ലേ. അപ്പം ഞാൻ ഇന്നിവിടെ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു വ്യത്യസ്തമായ രുചിയിലൊരു അച്ചപ്പം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുക. കാര്യം എല്ലാവർക്കും മധുരമൊന്നും ഇഷ്ടമല്ലല്ലോ. എന്നാൽ മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മധുരം കഴിക്കാൻ പറ്റാത്തവരുമുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കുമായിട്ട് ഇങ്ങനൊരു തരം അച്ചപ്പം ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കുകയാണ്. കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട്, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. മുട്ട വേണം, കുറച്ച് തേങ്ങ വേണം. തേങ്ങ ഓപ്ഷനല്ല, വേണമെങ്കിൽ അത് രുചി കൂട്ടാൻ വേണ്ടിയാണ്. എന്നാലും ഞാനിപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പഞ്ചസാര കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പച്ചരി, നന്നായിട്ട് കുതിർത്ത പച്ചരിയാണ്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് ഉപ്പൂടെ ചേർത്ത് അരയ്ക്കാം. അപ്പോൾ ഈ കൂടെ 1 സ്പൂൺ മൈദയും കൂടെ ചേർക്കണം. കാര്യം അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 1 സ്പൂൺ മൈദ ചേർക്കുന്നത് നല്ലതാണ്. സോഫ്റ്റും ആയിരിക്കും, കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടും കിട്ടും, നല്ലതാണ്. അപ്പം നമുക്കിതെല്ലാം ചേർത്തൊന്ന് അരയ്ക്കാം. അരച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് എള്ളും ജീരകവും ഒക്കെ വേണം. അപ്പം ഇതെല്ലാം കൂടി ഒരല്പം ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അപ്പം നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. ഞാൻ എല്ലാം ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ മൈദയും ചേർത്തിട്ടുണ്ട്. അപ്പം കുറച്ച് വെള്ളം ഒഴിക്കുക, ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. അപ്പം അതാ ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ 2 നാഴി അരിയാണ് എടുത്തത്, 2 നാഴി പച്ചരി. അത് നന്നായിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഇത് എല്ലാം അരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ എള്ളും ജീരകവും എല്ലാം കൂടെ നമുക്കൊന്ന് ചേർക്കാം. ഇതാണ് മാവിൻ്റെ ഒരു പരുവം. ഇതാണ് ഈ ഒരു പരുവമാണ് നമ്മുടെ അച്ചപ്പത്തിൻ്റെ മാവ്. ഇനിയിപ്പം നമുക്ക് അച്ചപ്പം ചുട്ട് തുടങ്ങാം. ഞാൻ ഇത് ചീനച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അച്ചപ്പത്തിൻ്റെ അച്ച് കുറച്ച് സമയം അതിലോട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. നമുക്ക് ഈ അച്ച് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് നമുക്കത് മുഴുവൻ മുക്കല്ലേ, ഒരു 1/4 പരുവത്തിന് മുക്കിയിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. നമുക്ക് വീണ്ടും ഇതുപോലെ അച്ചപ്പത്തിൻ്റെ അച്ച് ഒരല്പസമയം എണ്ണയിൽ ഇട്ട് കൊടുക്കണം. അതെപ്പോഴും എല്ലാ പ്രാവശ്യവും അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പം പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടുവരും. നമുക്കിതെല്ലാം ഇങ്ങനെ ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ വിത്തൗട്ട് അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് അല്പം പഞ്ചസാര ചേർത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചേർക്കാതെ ഇരിക്കാം. പിന്നെ ഒരല്പം ചേർക്കുമ്പോൾ കുറച്ച് രുചി കൂടും. അപ്പം നമ്മൾ ഡയബറ്റീസുകാരെ ഓർക്കണമല്ലോ, നമുക്ക് മാത്രം കഴിച്ചാൽ പോരല്ലോ എല്ലാ സാധനങ്ങളും. അപ്പം അവർക്കൂടെ ഇങ്ങനെയുള്ള അച്ചപ്പൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പം നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം.
അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ലതാണ്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പം നമുക്ക് അതായത് ഡയബറ്റിക്സുകാര്, കൊളസ്ട്രോള്, പ്രഷർ, ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാം അതൊക്കെ ഉണ്ട്. അപ്പം എന്നാൽ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹങ്ങളും കാണും. അപ്പം അവർക്കും കൂടിയൊക്കെ വേണ്ടി നമുക്ക് ഇതുപോലൊക്കെ പഴയ പലഹാരങ്ങൾ തന്നെ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഒന്നുണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.